ഓക്കെ, ഇനി നമുക്കുള്ളതാണ് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് അല്ലേ? ചാർജിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നമ്മൾ എന്താക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മളങ്ങ് പറയാം അല്ലേ? ഫസ്റ്റ് പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും? സിമ്പിളാണ്. എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? എന്താ ഇവിടെ എഴുതി വെച്ചത്? ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് എന്താ അട്രാക്റ്റ്. ആർക്കും അറിയാവുന്ന പ്രോപ്പർട്ടി അല്ലേ? പോസിറ്റീവും വന്നാൽ എന്താവും? പോസിറ്റീവും വന്നാൽ എന്തായിട്ട് മാറടാ? ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡി, ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡി ഞാൻ എന്താക്കണം, അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എന്താണ്? റിപ്പൾഷൻ ആണ്. ഇനി സപ്പോസ് പോസിറ്റീവും നെഗറ്റീവും വരികയാണെങ്കിൽ അവിടെ എന്താ? അട്രാക്ഷൻ ആണ്. അതാണ് അൺലൈക്ക് ചാർജസ് എന്ത് പറയടാ? അട്രാക്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്താക്കാം? സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്, അതായത് ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? ഈ ഫസ്റ്റ് പാർട്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ചാർജ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ് ഇൻ എവരി റിയാക്ഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ചാർജിന് ഉണ്ടാക്കാനും പറ്റൂലടാ, എന്താക്കാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല അല്ലേ? നമ്മൾ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ അല്ലേ? നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചതാണ്. മാസിന് ഉണ്ടാക്കാനും പറ്റൂല, എന്താക്കാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. ഒരു റിയാക്ഷനിലെ മാസ് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അതേപോലെ ചാർജസിന് എന്താക്കാൻ പറ്റൂല? ക്രിയേറ്റ് ചെയ്യാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. ദ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ചാർജ് എന്താണ്? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ് അല്ലേ? ഞാൻ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് മനസ്സിലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു റിയാക്ഷൻ എഴുതാണ്. A+B ഗിവ്സ് എന്താ? C+D എന്നൊരു റിയാക്ഷൻ എഴുതി. എയും ബിയും റിയാക്ട് ചെയ്തിട്ട് എന്താണ്? കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? C+D എന്നുള്ള രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ. ആ റിയാക്ഷനിൽ ആ ട്രാൻസ്ഫോർമേഷനിൽ എന്താണ്? ടോട്ടൽ ചാർജ് എന്താണ്? കൺസേർവ്ഡ് ആണ്. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാണ് എയുടെ ചാർജ് എത്രയാടാ? -2 കൂളം എന്ന് പറയാണ് അല്ലേ? ബിയുടെ ചാർജ് ഞാൻ പറയുകയാണ് എന്താണ്? +5 കൂളാണ്. നിങ്ങൾ നോക്കിയേ, -2ഉം +5ഉം കൂട്ടി എത്രയാണ് വരിക? ടോട്ടൽ എത്ര വരും? +3 വരും അല്ലേ? +3 കൂളം ചാർജ്. അങ്ങനെ ഞാൻ പറയുകയാണ് ഈ സൈഡിൽ സിൻ്റെ ചാർജ് ഞാൻ പറഞ്ഞ എന്താണ്? ഒരു 7 കൂളാണ്. 7 കൂളാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ എന്താണ്? ഈ സൈഡിലെ ചാർജും ഈ സൈഡിലെ ചാർജും എന്താണ്? ഈക്വലാണ്. ഇവിടെ +3 ആണെങ്കിൽ അവിടെ +3 ആവണം എന്ത് വേണം? -4 വേണം. 7 - 4 എന്തായിട്ട് മാറുമടാ? +3 ആയിട്ട് മാറും. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. ഇൻ എവരി റിയാക്ഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ടോട്ടൽ ചാർജസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ ചാർജ് ഓഫ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓർക്കണം. ഇനി എന്താണ്? റിലേറ്റിവിസ്റ്റിക് ഇൻവേരിയൻറ്റ്. ഇതൊരു എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ടേം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാസ് എന്താണ്? ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അതേപോലെ ചാർജ് എന്താ? ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാസും ഉണ്ടാവും, ചാർജും ഉണ്ടാവും. ഈ ചാർജ് എന്താണ്? റിലേറ്റിവിറ്റിക്കലി എന്താവും? ഇൻവേരി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നിങ്ങൾ പറയും m m0/√of എന്താ? 1 - v²/c². അതായത് ഒബ്ജക്റ്റ് ലൈറ്റിൻ്റെ സ്പീഡ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ മാസിന് എന്തുണ്ട്? ഒബ്ജക്റ്റിൻ്റെ മാസിന് വേരിയേഷൻ ഉണ്ട് അല്ലേ? നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പഠിക്കും. ആ കേസിൽ ആ റിലേറ്റിവിറ്റി ലിമിറ്റിലേക്ക് അപ്രോച്ച് ചെയ്താലും ചാർജിന് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയൂ, Q റെസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താ? Q മോഷനാണ്. നമ്മൾ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിലോട്ടേക്ക് പോയാലും മാസിന് മാറ്റേണ്ട ഒക്കെ ആർക്കും മാറ്റില്ല, ചാർജിന് മാറ്റില്ല. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. റിലേറ്റിവിസ്റ്റിക് ഇൻവേരിയൻ്റ് ആണ്, വേരി ചെയ്യൂല. ഓക്കെ അല്ലേ? ഈ 4 പ്രോപ്പർട്ടി എന്താക്കാം? ഒന്ന് ഓർമ്മിച്ചേക്കാം. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നോക്കിയേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ഒരു പേജ് കൊടുത്തത് അല്ലേ? ചാർജിൻ്റെ 5ാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജ് ഈസ് കോണ്ടൈസ്ഡ്. കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. ചിലപ്പോൾ ഇതിൻ്റെ എന്താക്കുക? പ്രോബ്ലം നമുക്ക് ചിലപ്പം കിട്ടും അല്ലേ? ഇത് നോക്കിയേ, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താടാ? ചാർജ് ഓൺ എ ബോഡി മസ്റ്റ് ഓൾവേസ് എക്സിസ്റ്റ് ആസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇ ആണ്. ശ്രദ്ധിക്കണേ, ചാർജ് ഓൺ എ ബോഡി മസ്റ്റ് ഓൾവേസ് എക്സിസ്റ്റ് ആസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ് എന്താ കൊടുത്ത്? ഇ എന്നാണ് കൊടുത്തത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്? നമ്മൾ യൂണിവേഴ്സൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിൽ ഏത് ബോഡി എടുത്ത് നോക്കിയാലും അതിൻ്റെ ടോട്ടൽ ചാർജ് Q നെറ്റ് ഈസ് ഈക്വൽ ടു ± എന്താ വരിക? NE വരൂ. ± എന്താണ്? NE മാത്രമേ വരൂ അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താണ്? ഞാനിപ്പോൾ ഒരു ബോഡി എടുക്കുകയാണ് അല്ലേ? ± NE വരുള്ളൂ. ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട്. ഈ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ചാർജാണ്. 1.6 × എന്ത് വരും? 10⁻⁻⁹ കൂളാണ്. N എന്ന് വെച്ചാൽ ഇൻറ്റിജർ എന്ന് വെച്ചാൽ എന്താ? -1 -2 -3 ഇങ്ങനെ പോകും. അതേപോലെ 0 1 2 3 ഇങ്ങനെ പോകുന്ന നമ്പറാണ് എന്ത്? ഇൻറ്റിജേഴ്സ്. പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. ഓക്കെ,
അപ്പോൾ തൽക്കാലം ഇവിടെ നമ്മൾ പോസിറ്റീവ് എടുത്താലും ശരിയാവും, പ്രശ്നമില്ല. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ ഇൻറ്റിജേഴ്സിന് മാത്രം ഓർമ്മിച്ചേക്കുക. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇതൊരു ബോഡിയാണ്, എൻ്റെ കയ്യിലുള്ള ബോഡിയാണ്. ഇതിന് പോസിബിൾ ആയിട്ടുള്ള ചാർജ് ശ്രദ്ധിക്കണേ, ഒന്നെങ്കിലും -1 × 1.6 × 10⁻⁻90 കൂളെന്ന് വരാം. ഇനി വേണമെങ്കിൽ അടുത്ത പോസിബിൾ എന്താ, -2 × ഇതിനെ എന്ത് കൊടുക്കാണ്, സിമ്പിളായിട്ട് എന്ന് കൊടുക്കാണ്, അങ്ങനെയുള്ള ചാർജ് വരാം. അല്ലെങ്കിൽ +3 × എന്ത് വരാം, എന്നുള്ള ചാർജ് ഒരു ബോഡിക്ക് പോസിബിൾ ആവാം. ബട്ട് ഞാനൊരു ചാർജ് ഇങ്ങനെ ഇടാണ്, 3.2 × എന്നുള്ള ഫോമിൽ ഒരു ബോഡിക്ക് എന്തുണ്ടാവില്ലടാ, ചാർജ് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്ത് 4.6 ഫ്രാക്ഷനാണ് × എന്നുള്ള ഫോമിൽ ഒരു ബോഡിക്ക് എന്തുണ്ടാവില്ല, യൂണിവേഴ്സിൽ ഏത് ബോഡി എടുത്താലും നമുക്ക് എന്തുണ്ടാവില്ല, ചാർജ് ഉണ്ടാവില്ല. നമ്മൾ അഡ്വാൻസ് ലെവലിൽ ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ക്വാർക്ക് എന്ന് പഠിക്കും. അപ്പ് ക്വാർക്കും ഉണ്ട്, എന്തുണ്ട്, ഡൗൺ ക്വാർക്കും ഉണ്ട്. അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് അഡ്വാൻസ് ലെവലിൽ പഠിക്കും. അവിടെ നമ്മൾ ഫ്രാക്ഷണൽ ചാർജ് പഠിക്കുന്നുണ്ട്, +2/3 -1/3 പഠിക്കുന്നുണ്ട്. ബട്ട് എന്താണ്, ഈ ക്വാർക്ക് എന്താവില്ല, ഐസൊലേറ്റ് ചെയ്തായിട്ട് എന്താവില്ല, നിൽക്കൂല. ഒരു പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ ഉള്ളിൽ മാത്രമേ അത് വരുള്ളൂ. ആ കേസിൽ നോക്കിയാലും എന്താവില്ല, നമ്മളെ പ്രിൻസിപ്പിൾ എന്താകുന്നില്ല, വയലേറ്റ് ചെയ്ത് പോകുന്നില്ല. ശ്രദ്ധിക്കണേ, ക്വാർക്കിന് ഈ ഫ്രാക്ഷണൽ ഫോം ചാർജ് വരുന്നുണ്ടെങ്കിൽ ഇവരെന്താവില്ല, ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ ലോ എന്താക്കുന്നില്ല, വയലേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞേ, ഇതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ മാത്രം -0.9 × എന്നുള്ള ഫോമിൽ ഒരു ഒബ്ജക്റ്റിന് എന്ത് കിട്ടൂലടാ, ചാർജ് കിട്ടൂല. വേണമെങ്കിൽ എന്ത് വരാം, 0 × എന്താണ്, പോസിബിൾ ആണ്. -9 × എന്താണ്, പോസിബിൾ ആണ്. ഇതൊക്കെ എന്താ, ഇൻറ്റിജേഴ്സ് ആണ്. ബട്ട് ഒരു ഫ്രാക്ഷണൽ ഫോമിൽ എന്താവില്ല, ഒരു ബോഡിക്ക് ചാർജ് കിട്ടൂല. അതാണ് ആര് പറയുന്നത്, ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ചാർജ്. അപ്പം ഇവിടെ ഓർമ്മിക്കേണ്ടത് Q net = +or-n എന്നുള്ള ഇക്വേഷൻ കണ്ട എന്താ, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാൻ, ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പോവുക, അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. നോക്കിയേ, ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്താണ്, ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഈസ് റോങ്. ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് എന്താ, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോടോ തെറ്റാണോ? നമ്മളിപ്പോൾ അവസാനം പഠിച്ച പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുള്ള പ്രോപ്പർട്ടി എന്താണ്, ശരിയാണ്. അതുകൊണ്ട് ഇതെന്താണ്, ശരിയായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. തെറ്റായതാണ് ചോദിച്ചത്. രണ്ടാമത്തത് എന്താ, ചാർജ് ഈസ് കൺസേർവ്ഡ്. അത് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, എന്താ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതും ശരിയാണ്. ഇനി നോക്കിയേ, ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് നിയർ ആൻ ഐസൊലേറ്റഡ് ചാർജ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജിന് അറൗണ്ട് ആയിട്ട് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, തെറ്റായിരിക്കും. അപ്പോൾ നോക്കിയേ, എ സ്റ്റേഷനറി ചാർജ് പ്രൊഡ്യൂസസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് എന്താ പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൂവിങ് ചാർജസ് അല്ലെങ്കിൽ ചാർജ് അറ്റ് യൂണിഫോം മോഷനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുക. ശ്രദ്ധിക്കണേ. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഈ ടൈപ്പിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തരും, അതിൽ ശരിയായത് ഏത് തെറ്റായത് എന്നുള്ള ടൈപ്പിൽ മാത്രം HSന് എന്താവുക, എക്സാമിന് ചോദിക്കുക. ഇനി ഇവിടെ ഞാൻ എന്താക്കിയിട്ട് നോക്കിയേ, ഒരു റെഡ് കളറിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമേ കൊടുത്തു. നമ്മളിതൊക്കെ പഠിക്കാണ്ട് വിടും. ഇവിടുന്നൊക്കെയാണ് ചിലപ്പോൾ ചോദ്യം ചോദിക്കുക, ഇല്ലേ? ഈ ഇലക്ട്രിക് ചാർജ് എന്നുള്ള ടേം ഡിറൈവ്ഡ് വന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഇലക്ട്രോൺ എന്നാണ്. ELEKTRON, കെ ആണ്. ഇലക്ട്രോൺ എന്നുള്ള ടേം എന്നാണ് എന്ത് ഡിറൈവ് ചെയ്ത് വരുന്നത്, നമ്മുടെ ഇലക്ട്രിക് ചാർജ് എന്നുള്ള ടേം ഡിറൈവ്ഡ് വരുന്നത് ഏതാണ്, ഗ്രീക്ക് വേർഡാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ചേക്കാം. ഇലക്ട്രോൺ എന്നുള്ള KTRO എന്നുള്ള ടേം എന്നാണ് ഇലക്ട്രിക് ചാർജ് എന്നുള്ള വേർഡ് എന്താകുന്നത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണേ, ആ ഏരിയ നോക്കിയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയ ആണ്. അപ്പോൾ എന്താക്കുക, അതൊക്കെ ഒന്ന് നോക്കുക.